ഹായ് ഹലോ. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. റാഗിയിലാണേ. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറില്ലേ റാഗി, അതിൽ വെച്ചിട്ടുണ്ടാക്കുന്നൊരു പുട്ടാണ്. അപ്പോൾ പുട്ടും ഉള്ളിയും കറിവേപ്പിലയും തേങ്ങയും കൂടെയാണ്. നമ്മൾ റാഗി സാദാ പുട്ടുപൊടി നനക്കും പോലെ ഉപ്പിട്ടിട്ട് റാഗിപ്പൊടി നനച്ച് വെക്കുക. കൊച്ചുള്ളി അരിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കുക. അതുപോലെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ തേങ്ങയും. അതുപോലെ ആദ്യം നമ്മൾ തേങ്ങയിടും പോലെ തേങ്ങയിട്ടിട്ട് അതിൽ ലേശം ഉള്ളിയിട്ട് ലേശം കറിവേപ്പിലയിട്ട് അതുപോലെ തന്നെ മേലെയും ഇതേ സെയിം ചെയ്തിട്ട് നമ്മൾ ആവിത്തട്ടിൽ വേവിച്ചെടുക്കാം. അപ്പോൾ റാഗി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലും ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഉള്ളിയും കറിവേപ്പിലയും കൂടി വെന്ത് വരുന്ന ഒരു സ്മെല്ലുണ്ട്. അത് അപാരം തന്നെ. നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. നമുക്ക് എല്ലാവർക്കും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. അതിൽ അപാരം ടേസ്റ്റാണ് ഇതിൻ്റെ. അത് വെന്ത് വരുമ്പം അതിന് ആവിത്തട്ടിൽ വെന്ത് വരുമ്പം നമുക്കൊരു മണം അങ്ങോട്ട് അടിക്കാനുണ്ട്. ആ കറിവേപ്പിലേൻ്റെയും ഉള്ളീൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയാൻ തക്കത്തെ ഉണ്ടാവും. അതുപോലെ പിന്നെ ഇതിൻ്റെ ടേസ്റ്റാണ് അപാരം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ റാഗിപ്പുട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ അത്രയും ഒരു എന്താ പറയുക, ഒരു നാച്ചുറലായിട്ടുള്ള ഹെൽത്തി ഫുഡാണ്. പിന്നെ നമ്മൾ നാട്ടിലിത് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാറില്ലേ നമ്മൾ, അതുപോലൊരു സാധനം കൂടെ എനിക്ക് കിട്ടിയായിരുന്നു. ലുലുന്നാണ് വാങ്ങിയത്. ചിരട്ടപ്പുട്ട്. ഇതിൽ നമ്മൾ അരിയുടെ പൊടിയും സാദാ പുട്ടുണ്ടാക്കും പോലെ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. പക്ഷെ എനിക്കിപ്പോൾ കിട്ടിയത് ഇപ്പോൾ പുതിയതായിട്ടാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ നമ്മൾ അരിപ്പുട്ട് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ്. അരിപ്പുട്ട് മാത്രമല്ല കേട്ടോ, എല്ലാ പുട്ടും ഇതിലുണ്ടാക്കിയ ടേസ്റ്റാണ്. ചിരട്ടപ്പുട്ടെന്നാണ് പറയാം. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ എടുത്താണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നാച്ചുറലാണ്. അതല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെറുപയറും അതുപോലെ കടലയും അതുപോലെ എന്തും കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. നമ്മൾ അരിയിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് റാഗിയിലുണ്ടാക്കുന്ന. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എന്ന് പറഞ്ഞാലും ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൻ്റെ നമുക്ക് വളരെ ഒന്ന് പറയേണ്ട കാര്യം, ഇതിൻ്റെ ആവി വരുന്ന സമയത്തുള്ള ഒരു മണമാണ്, അതൊരു സഹിക്കാൻ പറ്റില്ല. അപ്പം എന്നെ എടുത്ത് വെച്ച് കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരും വരെ ബൈ.